tryna find love, know it's hard to keep. Even when it get tough and you wanna leave, take a look into your eyes where I find reason. Writing love letters with my broken English. Conversate with a self, I'm wishing you well. Set the time and place and I'll meet you there. Be right there, be right, I'll be right. Stumbling up the stairs, please come, I need help. Can't do this alone, show me that you're there. We've been through so much in the past week. Can we start afresh, leaving in last week? Cause I'm so done fighting the temptations in that old phone. They been trying to separate us so long, but I want you in my life, can't do it solo. Cause nobody was meant to be by themselves. I'll take your hand, go all the way. They say that good things come to those that wait. Might get a little immature, don't wanna wait, but if you try to ഈ മനോഹരനെയും ഈ മനോഹരനെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഇവരാരംഭിക്കുന്ന കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ തന്നോടും ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കുവാനും ഇവരുടെ ദൈവത്തിൽ സന്നദ്ധയിൽ സമർപ്പിക്കുവാനുമുള്ള അവസരമായിട്ട് ഈ പുതിയ വരവിനെ കാണണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനുമുള്ള നിയോഗം ഇവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും പരസ്പര സ്നേഹത്തിനും സന്തോഷത്തിനും ഐക്യത്തിനും ആനീകരണം ഒരുമിച്ച് വളരുവാനും ജീവിക്കുവാൻ ദൈവാത്മാവ് ഇവരെ ശക്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ വിവാഹ കൂടാശ ദൈവാലയത്തിൽ ആരംഭിക്കുകയാണ്.
ദൈവത്തിന്റെ പെരുന്നാളിനുള്ളിൽ ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താലോടെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്യുകയും താൻ തന്നെ അവൾക്ക് വരനായി അശുദ്ധ വിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്നവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ ജാതികളെയും സ്വജാതികളെയും നിർദ്ദേശിമാരെയും ശ്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. തന്റെ മക്കളുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിൽ സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. സ്വതമായ മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്നേ ഉയർന്നു അവയ്ക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നൻ, തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ളാകുമ്പോൾ അനാനന്ദമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകും. തന്റെ ശ്രദ്ധയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസം മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധാസതയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാൽ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹം ചെയ്യുന്നു നടത്തി അതിനെ നിനക്ക് ബദ്ധമാക്കി തീർക്കുകയും ശത്രുവിന്റെ നിലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തെ നിങ്ങളതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിർവൃത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായ നിന്നെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടിയിരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകും. ദൈവമായ കർത്താവ്, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കുകയും ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണം എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തിൽ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മക്കളായ ഈ മണവാളൻ പുത്രിയായ ഈ മണവാട്ടി ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കിയാണ്. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണം. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണം. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണം. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണം. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വശോ
ആത്മാർത്ഥമായ സ്നേഹവും യുവതിയും ശാന്തിയും വികാരഭരിതമല്ലാത്ത ആത്മാവിലും ശരീരത്തിലും പരസ്പരം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ ഞങ്ങളുടെ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാണ്. ഈ മോദങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും വിശുദ്ധ സമാധാനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധവുമാരുടെയും നാമത്തിൽ ഈ മോദങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെപ്പെടുകയും നിന്റെ വിവാഹം നിശ്ചയിക്കുന്ന കൃപ നിറഞ്ഞ ആവിഷ്കാരങ്ങൾ നിന്നോടുകൂടി കാത്തുകൊള്ളുകയും ചെയ്യുമാറട്ടെ. നമ്മുടെ കർത്താവായ വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്ന് പോരാജാന്മാരെ വിവാഹിച്ചിട്ടുള്ള ഈ മോദനെ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥയോടും ഹൃദയ സന്തോഷത്തോടും പിതാവിനും പുത്രനും പരിശുദ്ധവും ഭാവിക്കും സ്തുതിയും വിശുദ്ധ സഭകളിൽ സന്തോഷത്തെ പരസ്പരം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യും. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും രക്ഷയുമായ ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെള്ളിമുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ബന്ധവും ചേർച്ചയും തമ്മിൽ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകുന്നു. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ടുള്ള ഹൃദയങ്ങളെ ഉച്ചരിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ സാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകും. ദൈവമായ
നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാകും ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണം. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യവാനങ്ങളെയും നൽകണം. സൽപ്രവർത്തികളാകുന്ന സമാധാനം ഇവർക്ക് വർദ്ധിപ്പിക്കുകയാണ്. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളേമേ. അതിനാൽ തന്നെ സദാ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണം. ഈ വിധത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണം. പിതാവും പരിശുദ്ധവുമായോ ഞങ്ങളെല്ലാം കൂടെ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകും. നമ്മുടെ കർത്താവിന്റെ ജീവാരാധനകളും നിങ്ങളോട് കൂടെ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഞങ്ങൾ
സന്തോഷോല്ലാസങ്ങളോടെ അങ്ങേക്ക് സ്തുതിപ്പാടുകയും തിരുസന്നിധിയിലാരാധിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവരും തന്നാഴിക്കപ്പെടുന്നില്ല കഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്നില്ല വിധമായി വിരിക്കുന്നവരും തന്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികളും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി നേരത്തും എല്ലാ തിരുനാടുകളിലും കാലങ്ങളിലെ ആയുസിന്റെ നാടുകൾ മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാകുന്നു. ശിശാന്തന്മാരോടുള്ള പ്രതികാരത്തിൽ ഉദാസീനതയും നിർദ്ദക്ഷതയും കാണിക്കുന്നു. ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് പേരായി വസിക്കുന്നവരുമായ വീടിന്റെ ദാസരെയും പ്രദേശങ്ങളുടെ സന്നിഹിതരായ കരുണയും ദൈവത്തിന്റെ നടലിൽ അഭയം തേടിയിരിക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കണമേ. സകലമാരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും ശൈലി നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ നിന്ന് ജനിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണത്തിന്റെ ഇവരെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്നതായ നിറവഴികൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നൽകണമേ. ആത്മീയമായ നിലവരങ്ങൾ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ആധീനികമായ വ്യാപാരങ്ങളിൽപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരും തീരുവാൻ ഇവർക്ക് സമ്മതിയാക്കണമേ. കർത്താവേ,
ഓട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെയും അവിടുന്ന് യോജിപ്പിക്കണമേ. ഞങ്ങൾ ഇതുവരെ നിന്റെ ആത്മീയ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാരും നിന്നോടുള്ള ഭക്തിയിലും കൽപ്പനകളുടെ ആചരണത്തിനും ദൈവത്തോടൊരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടവർക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആയി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആത്മവിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും ഉണർന്ന വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. Oh,
കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിന്റെ പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും. എന്തെന്നാൽ മെസ്സിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മെസ്സിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെസ്സിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണുള്ളതാക്കി ഇതവളെ കളയോ ചിലവോ മറ്റു കുറവുകളില്ലാത്ത മഹത്വപൂർണ്ണയായി നൽകുമെന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അവനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവരിരുവരും ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിഹയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. അതിനായി പാർക്കുന്നു. ദൈവത്തിന്റെ ജീവൻ കേൾക്കണം. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷന്മാരോട് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിലുണ്ടാവുകയായി മനുഷ്യരെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് മനുഷ്യൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടുള്ളൂ. ആകയാൽ അവർ രണ്ടും ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനവചനം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം
ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു തീയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരുടെ ദൈവത്തോട് ഭർത്താക്കന്മാരുടെ പരസ്പരസ്തുതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഷണ്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ഷണ്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നതാണെല്ലാം ചെയ്യും. സൈനോ ഈ കിരീടങ്ങളും വിവാഹിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ശത്രുവിന്റെ സകല ശക്തിക്കെതിരായി ജയമായ ആയുധം തന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Oh
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ.
നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിലും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളത് ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയിലെ ശ്രീബായുടെയും വെടിപ്പുള്ള ദൈവത്തിന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവനും ഭാഗ്യമെല്ലാം ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധികളായിരിക്കുന്നു. പട്ടക്കാരും ശമാശന്മാരും വിശ്വാസികളായിരുന്നു മണവാളമാണെങ്കിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹിയായ മാതാവും ദൈവധന്യമായ വിശുദ്ധയും അറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവശ്യമാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിയുകയും നിങ്ങളിൽ ഓരോരുവരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നു. ഭാര്യ സ്വന്തം ആളുകളെ ഭർത്താവുമായി ചേർന്ന് ഒന്നായി നിർദ്ദേശിക്കുന്നു. ആകയാൽ മകൻ ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദൈവകരുണയായിരിക്കുകയും ചെയ്യണം. നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഇവളും ഇവനോട് വർദ്ധിക്കണം. ഇവൻ വിശന്നിരുന്നാലും ഇവൾക്ക് ഭക്ഷണം നൽകണം. ഇവൾ പ്രാർത്ഥിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. ഇവളും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം അനുഭവിക്കുവാൻ കിടപ്പിട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഇവർ നിന്റെ ആ ഭാര്യ കർത്താവിലേക്ക് വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ആകാശത്തിന്റെ ഭൂമിയുടെ
അനുഗ്രഹീതരാകും. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ദൈവത്തിന്റെ രഹസ്യമായ നീക്കി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. നിങ്ങളുടെ അനുഭവങ്ങൾക്ക് ആശ്വാസം ഏറെ കുറവാദിയുള്ള പ്രാർത്ഥന സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനമാകുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായി I get lost in your deep blue eyes, like a shell in the sea. I fall in love over and